നമ്മളിത് റിസോർട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള സംവിധാനം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾക്ക് ഓഫീസിലേക്ക് കോൾ വന്നിരുന്നു. ഒരു റിസോർട്ട് ഫേമസ് ആയിട്ടുള്ള റിസോർട്ടെന്നായിരുന്നു. അവരുടെ ഇൻസിനറേറ്ററും ബയോഗ്യാസ് പ്ലാന്റും വർക്കിംഗ് അല്ല, അതൊന്ന് സർവീസ് ചെയ്ത് കൊടുക്കുമെന്ന് വെച്ചിട്ട്. കുറച്ച് ദൂരത്തുള്ള കമ്പനി അതാണ് ഫിറ്റ് ചെയ്തത്, അതുകൊണ്ട് അവർ സർവീസ് ചെയ്യാനൊന്നും വരുന്നില്ല, നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് വെച്ചിട്ട്. സോ ഞങ്ങളെ ടീമിനെ വിട്ടു, ഞങ്ങളത് റെഡിയാക്കി കൊടുത്തു. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ റിസോർട്ട് അല്ലെങ്കിൽ ഇതേമാതിരി ബിസിനസ് പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ അവിടെ വെക്കുന്ന സാധനങ്ങളുടെ ഒരു മിനിമം ക്വാളിറ്റിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് പലപ്പോഴും നമുക്കത് സർവീസ് ചെയ്തുകൊണ്ട് അടക്കാനേ നേരം ഉണ്ടാവുള്ളൂ. സോ ഇത് നമ്മളൊരു ബയോഗ്യാസിൻ്റെ പ്ലാന്റാണ്. നമ്മളെ ഫുഡ് വേസ്റ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ഗ്യാസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബയോഗ്യാസിൻ്റെ പ്ലാന്റാണ്. ഇതിൻ്റെ മുകളിൽ കാണാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സീൽഡാണ്. അതുകൊണ്ട് തന്നെ ഇത് കൊതുക് വരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പലപ്പോഴും റിസോർട്ട് പ്രോജക്റ്റൊക്കെ ആകുമ്പം അവിടെ ഈ കൊതുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് വരും. പിന്നെ ഇതിനുള്ള സ്മെല്ല് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒരു ഇൻകൺവീനിയൻസ് ആണ്, ബിസിനസ്സിന് നന്നായിട്ട് ബാധിക്കും. സോ ഇങ്ങനെയുള്ള ഈ മോഡലുകൾ സ്വീകരിക്കുക. പിന്നെ ഉള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന ഇൻസിനറേറ്റേഴ്സാണിത്. നമ്മളെ അവിടെയുള്ള ബാക്കിയുള്ള വേസ്റ്റൊക്കെ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നൊരു യൂണിറ്റാണ്. അപ്പം ഇങ്ങനത്തെ ഒരു യൂണിറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ തുരുമ്പിടിച്ച് പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇതിന് വരുന്നില്ല. നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ മൈൽഡ് സ്റ്റീലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ പല ഭാഗങ്ങളും കുറച്ച് കഴിയുമ്പോൾ തുരുമ്പിടിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മൾ ഈ ടോയ്ലറ്റ് വേസ്റ്റ്. പലപ്പോഴും ഡൈജസ്റ്റർ സൈസ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള ഈ പലപ്പോഴും നമ്മളെ ഗസ്റ്റിന് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റ്സ് ഉണ്ടാവും. ഈ വണ്ടിയിൽ വരുന്ന ആൾ അല്ലെങ്കിൽ ഈ കാർ ഓടിക്കുന്ന ആൾക്കാർക്കോ അവർക്ക് യൂസ് ചെയ്യാനുള്ള ടോയ്ലറ്റുകൾ പലപ്പോഴും വളരെ ദൂരെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ബയോ ടോയ്ലറ്റുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ